ഹായ് എവരി വൺ വെൽക്കം ടു ആസ്പാർ ഡിഫൻസ്. ആസ്പാർ ഡിഫൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ MNSന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് ഒരുപാട് കുട്ടികൾ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്, എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് ആസ്പാർ ഡിഫൻസിന്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാ ഡിഫൻസ് എൻട്രി ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അതിന് എന്താണ് MNS? ഞാൻ MNSനെ കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ, അതായത് നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത ഒരുപാട് കുട്ടികൾ MNSന്റെ നോട്ടിഫിക്കേഷൻ വന്നത് അറിഞ്ഞിട്ടില്ല. സോ നിങ്ങൾ MNSനെ പറ്റി ആദ്യമായി കേൾക്കുകയാണെങ്കിൽ, MNS എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നഴ്സിംഗ് പ്ലസ് ഡിഫൻസ്, ഈ രണ്ട് സർവീസ് നിങ്ങൾക്ക് ഒരുമിച്ച് ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ഇതിലൂടെ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് ആയ 6 കോളേജുകളിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് BSc നഴ്സിംഗ് പഠിക്കാനും അതിനുശേഷം ഇന്ത്യൻ ആർമിയിൽ ലഫ്റ്റനന്റ് റാങ്കിൽ ജോലി നേടാനുള്ള ഒരു ഓപ്ഷനാണ് MNS നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത്. MNSനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് ഞങ്ങളുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ joinindianarmy.nic.in ആണ്. സോ നമുക്ക് ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. സോ നിങ്ങൾ ഇന്ത്യൻ ആർമി ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒഫീഷ്യൽ ലൈവ് വെബ്സൈറ്റ് ആണ്. സോ ഇവിടെ നമുക്ക് ഓഫീസർ സെലക്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമുക്ക് ഓഫീസർ സെലക്ഷൻ കാണാൻ പറ്റും. സോ ഇതിന് തൊട്ട് മേലെയായിട്ട് ഒരു റണ്ണിങ് നോട്ടിഫിക്കേഷൻ ബാർ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ ബാർ. സോ ഞാൻ ഈ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ ബാർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന എല്ലാ നോട്ടീസും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, registration for admission to BSc Nursing course 2026 at colleges of Nursing under AFMS Armed Forces Medical Services will commence in the Join Indian Army website with effect from 20 July 2026 at 11 AM till 11 PM on 31st July 2026. Okay, so application process already start ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്? നമുക്ക് ലാസ്റ്റ് ഡേറ്റ് കൃത്യമായിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓക്കെ 31st ജൂലൈ ആണ്. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇന്ത്യൻ ആർമി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. കാരണം 31st ജൂലൈയിലേക്ക് ഇനി അധിക ദിവസങ്ങളില്ല. മാത്രമല്ല ഇന്ത്യൻ ആർമി വെബ്സൈറ്റിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, NCC സ്പെഷ്യൽ എൻട്രി നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്, BTech എൻട്രി, SSC ടെക് എൻട്രി നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. സോ ഒരുപാട് കുട്ടികൾ ഈ ആപ്ലിക്കേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഹെവി ട്രാഫിക് ഉണ്ടായിരിക്കാം. സോ ലാസ്റ്റ് മൊമെന്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് നിങ്ങൾ ഫേസ് ചെയ്യും. സോ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സോ അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ വെബ്സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് അതൊന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇന്ത്യൻ ആർമി വെബ്സൈറ്റ് സന്ദർശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലാപ്ടോപ്പിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ തൊട്ടടുത്ത് അക്ഷയ സെന്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേയിൽ സഹായം നിങ്ങൾക്ക് നേടാവുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ joinindianarmy.nic.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓഫീസർ സെലക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഓഫീസർ സെലക്ഷൻ. ഓക്കെ, ഈ ഓഫീസർ സെലക്ഷൻ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾക്ക് ഓഫീസർ എൻട്രി, ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബട്ടൺ കാണാൻ പറ്റും, ഓഫീസർ എൻട്രി അപ്ലൈ ഓർ ലോഗിൻ. ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് ഇന്ത്യൻ ആർമി വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ മെനുവിലേക്കാണ് പോകേണ്ടത്. ഇൻ കേസ് നിങ്ങൾക്ക് ഓൾറെഡി ഓപ്പൺ ഉണ്ടെങ്കിൽ, വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ഓപ്ഷനിലേക്ക് പോവാം. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിൽ ID പാസ്വേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ആൻഡ് ഇതുവരെ നിങ്ങൾ ലോഗിൻ ചെയ്തില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, ബൈ സെറ്റിംഗ് അപ്പ് ആൻ അക്കൗണ്ട് യു ക്യാൻ. ഓക്കെ, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാം, വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാം. അതിനുവേണ്ടി രജിസ്ട്രേഷൻ മെനു ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, സോ നിങ്ങൾ രജിസ്ട്രേഷൻ മെനു ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ കുറച്ച് ഡോക്യുമെന്റ്സ് വേണമെന്ന് ആദ്യം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഡോക്യുമെന്റ്സ് നിങ്ങൾ കരുതിയിരിക്കണം. ഓക്കെ, എന്തൊക്കെയാണ്? ആധാർ കാർഡ് അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് വേണം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്കാൻ കോപ്പി ഓഫ് സിഗ്നേച്ചർ വേണം. അതിനൊരു സൈസ് കൊടുത്തിട്ടുണ്ട്, ബിറ്റ്വീൻ 5 KB to 10 KB ആയിരിക്കണം സൈസ്. സോഫ്റ്റ് കോപ്പി ഓഫ് ലേറ്റസ്റ്റ് ഫോട്ടോ, നിങ്ങളുടെ ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് ആവശ്യമുണ്ട്, അതിനൊരു സൈസ് കൊടുത്തിട്ടുണ്ട്, 5 KB to 20 KB ആണ്. നെക്സ്റ്റ്, ആധാർ ലിങ്ക്ഡ് മൊബൈൽ ഫോർ റിസീവിംഗ് OTP. ഓക്കെ, നിങ്ങൾ ആധാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏത് മൊബൈൽ നമ്പറാണോ ആ മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിൽ OTP വഴി വെരിഫൈ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ്, ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു ഇമെയിൽ ID നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാരണം നിങ്ങളുടെ എല്ലാ പ്രൊസീഡിങ്സും ആർമി നിങ്ങളെ അറിയിക്കുന്നത് ഇമെയിൽ ത്രൂ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയാലും അതിൽ ഫർദർ ആയിട്ടുള്ള പ്രൊസീഡിങ്സ് അറിയിക്കുന്നത് ഇമെയിൽ ത്രൂ ആയിരിക്കും. നെക്സ്റ്റ്, മാർക്ക് ഷീറ്റ് ഓഫ് ക്വാളിഫയിങ് കോഴ്സ്. നിങ്ങൾ നെക്സ്റ്റ് ഏത് കോഴ്സാണ് നിങ്ങളിപ്പം ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്, 12th ആണോ 11th ആണോ 10th ആണോ ഗ്രാജുവേഷൻ ആണോ, അതിന്റെ ക്വാളിഫയിങ് കോഴ്സ് നിങ്ങൾക്ക്, അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, മാർക്ക് ഷീറ്റ് ഉണ്ടായിരിക്കണം.
ആൻഡ് അഡ്രസ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കരുതേണ്ടത്. സോ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. കരുതിയതിനു ശേഷം ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടും. ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ്, നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. കൃത്യമായിട്ട് നിങ്ങൾ ഇത് വായിച്ച് നോക്കണം. കംപ്ലീറ്റ്ലി നിങ്ങൾ വായിച്ചിട്ട് മാത്രമാണ് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ ഇവിടെ ഹിന്ദിയിലും അത് അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റിൽ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടിന്യൂ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകും. നിങ്ങൾ രജിസ്ട്രേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. അതായത് ആധാർ നമ്പർ ആൻഡ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്. ഇതിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആധാർ നമ്പർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊസീഡ് ഓൺലി ഇഫ് യുവർ നെയിം ആൻഡ് DOB ഇൻ ആധാർ ഇസ് സെയിം ആസ് ഇൻ യുവർ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ആധാറിലുള്ളതുപോലെ തന്നെ നിങ്ങളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റും സെയിം ആയിരിക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ രജിസ്ട്രേഷനിലേക്ക് വരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾ ആപ്ലിക്കേഷനിൽ ഫേസ് ചെയ്യും. ഓക്കെ, സോ എൽസ് റെക്ടിഫൈ യുവർ ആധാർ കാർഡ് ഡീറ്റെയിൽസ് ആൻഡ് ദെൻ രജിസ്റ്റർ. അതിൽ കൃത്യമായി മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ആധാർ കാർഡിൽ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ രജിസ്ട്രേഷനിൽ വരാൻ പാടുള്ളൂ എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് പിന്നെ നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് പോകാൻ ഡിജി ലോക്കർ വഴി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഫർദർ പ്രൊസീഡിങ്സ് ആയിട്ട് മുന്നോട്ട് പോകാം. ഇങ്ങനെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. വളരെ ഈസി ആയിട്ടുള്ള പ്രൊസീജിയറാണ്. വളരെ ടഫ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ എൻട്രി ചെയ്യാൻ, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾ നീറ്റ് അറിയപ്പെടുന്ന കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ മാത്രമാണ് നിങ്ങൾ ഇതിൽ എൻട്രി ചെയ്യാനുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്കറിയാം ജൂലൈ 30th ആണ് ലാസ്റ്റ് ഡേറ്റ്. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ജൂലൈ 31st ആണ് ലാസ്റ്റ് ഡേറ്റ്. സോ പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. ലാസ്റ്റ് മൊമെന്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഓൾറെഡി ഡിലേ ആണ്, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും. സോ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ സൂപ്പർ 50 ബാച്ച് കോച്ചിങ് പ്രോഗ്രാം, ഈ വർഷത്തേക്കുള്ള കോച്ചിങ് പ്രോഗ്രാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ 50 ബാച്ച്, പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുത്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് വൺ മോർ തിങ്, നിങ്ങളുടെ നീറ്റ് സ്കോർ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. സോ നിങ്ങളുടെ നീറ്റ് സ്കോർ ഞങ്ങൾ ഈ വാട്സ്ആപ്പ് നമ്പറായ 9188909577 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ സെൻഡ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ സ്ട്രാറ്റജീസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഈ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. MNS കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഡീറ്റെയിൽസ്, അതായത് ഷോർട്ട് ലിസ്റ്റിംഗ്, അതിലെ ഫർദർ പ്രൊസീഡിങ്സ്, എക്സാം റിലേറ്റഡ് പല കാര്യങ്ങളും നമ്മൾ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. സോ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ജയ് ഹിന്ദ്.